If you really want to learn a language, you have to speak. That's the only way you would be able to improve that language. There is no other way. You always have to keep that in your mind. എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു നാണമില്ലായ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഒരു നാണം എന്ന് പറയുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, നീ എപ്പോഴൊക്കെ പോയെന്ന് പറഞ്ഞാൽ നീ തന്നെ സംസാരിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അതെന്തോ ഒരു പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നല്ല സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കത്തുള്ളൂ. ഞാൻ കുത്തിയിരുന്ന് മെനക്കെട്ട് നാട്ടുകാർ പറയുന്നത് കേൾക്കാതെ ഇംഗ്ലീഷിൽ നിന്ന് പഠിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നെ അറിയുന്നത് പിള്ളേച്ചൻ എന്ന പേരിലായിരിക്കും. പൊതുവെ ആൾക്കാർ ഇപ്പോൾ എന്നെ അഭിസംബോധന ചെയ്യുന്നതും പിള്ളേച്ച എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ ടിക്ടോക്കിലും യൂട്യൂബിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ യഥാർത്ഥ പേര് വിനീത് എന്നാണ്. അതിപ്പോൾ ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഒരുപാട് പേരും എന്നെ പിള്ളേച്ചൻ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ പേര് വിനീത് എന്നാണ്. എൻ്റെ സ്വദേശം പന്തളമാണ്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. എനിക്ക് ഇംഗ്ലീഷിൻ്റെ യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടുകളുമില്ല. പക്ഷേ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഫീൽഡിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു, എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ പറ്റി, കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് എങ്ങനെ IELTS ട്രെയിനറായിട്ട് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള എൻ്റെ ആ ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ കഥ ശരിക്കും തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്താണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ പഠിച്ചത് മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു, പത്തനംതിട്ട. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എനിക്ക് കുറേ സപ്ലൈ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് 10-23 സപ്ലൈ ഉണ്ടായിരുന്നു, കൂടെ ലാബും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം എഴുതിയെടുക്കാനായിട്ട് കുറച്ച് സമയം എന്തായാലും വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായാലും എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലി ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. അതേസമയം എനിക്ക് അങ്ങനെ വെറുതെ സമയം കളയാനായിട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്, എന്താണ് ഞാൻ ആക്ച്വലി ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്താൽ എനിക്കത് ഭാവിയിലേക്ക് പ്രയോജനകരമാകുമോ, എന്തെങ്കിലും ഒരു സ്കില്ല് ഞാൻ പഠിച്ചെടുത്താൽ അത് പറ്റുമോ. അങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഭാവിയിലേക്കെന്ന്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എനിക്ക് ആ ഒരു സമയത്താണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഒരു ദിവസം ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ കോളേജിലായാലും ഗൾഫിലൊക്കെ പഠിച്ചിട്ട് വരുന്ന കുട്ടികൾ അവർ നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു ആക്ച്വലി, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അതിനുവേണ്ടി മെനക്കെടുവോ അതിനൊന്നും പഠിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു നാണക്കേടാണ്, നമ്മൾ സംസാരിക്കാമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമായിരുന്നു നമുക്ക് പൊതുവേ എനിക്കുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അത് തന്നെയാണ് ഉണ്ടാകുന്നത്. ആക്ച്വലി ആ ഒരു പ്രശ്നമാണ് മിക്ക ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനും പറയാനും ഒക്കെ വായിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷേ അവർക്ക് പറയാൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു പ്രശ്നമാണ് അവരെ ഏറ്റവും വലുതായിട്ട് അലട്ടുന്നത്. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ചുള്ള വാക്കുകൾ അവർക്ക് കിട്ടുന്നില്ല. ഒരു പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റ് വന്നു കഴിയുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണം, എങ്ങനെ പറയാൻ പറ്റും എന്ന ആ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അവരവിടെ സ്റ്റക്കായി പോവുകയാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു 2 പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ 2 പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. ഈ 2 പ്രശ്നം ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എഞ്ചിനീയറിംഗ് തോറ്റ് കുറേ സപ്ലൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് എന്തായാലും അത് എഴുതിയെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കെങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൻ്റെ യാതൊരു അറ്റ്മോസ്ഫിയറും, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനായിട്ട് എൻ്റെ അപ്പുറത്തും ഇപ്പുറമുള്ളവരാരും ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നില്ല, വീട്ടിലാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, നാട്ടുകാരും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി, ശരിക്കും ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് വേറെ ആളില്ല സംസാരിക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു ഉപായമാണ്, ഞാൻ ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ തുടങ്ങി. ഇംഗ്ലീഷ് സിനിമ ഞാൻ പണ്ടും കാണുമായിരുന്നു, പക്ഷേ സബ്ടൈറ്റിൽ വെച്ചാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ സബ്ടൈറ്റിൽ ഓഫ് ചെയ്യുന്നത് സബ്ടൈറ്റിൽ വെച്ച് കാണുന്നതങ്ങ് നിർത്തിയിട്ട് ഞാൻ ഇംഗ്ലീഷ് സിനിമ ശരിക്കും ഹെഡ്സെറ്റ് വെച്ചിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ വാസ്തവം എന്താണെന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവർ ഉച്ചരിക്കുന്ന പല വാക്കുകളും ഞാൻ ഉച്ചരിക്കുന്ന കൂട്ടല്ല. എന്നെ സ്കൂളിൽ എൻ്റെ ടീച്ചർമാർ പഠിപ്പിച്ച കൂട്ട് ഒന്നുമല്ല. ആക്ച്വലി അവർ ഡയലോഗ് പറയുമ്പോൾ ആ വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നത്. അപ്പോൾ ആ ഉച്ചാരണത്തിന് വരുന്ന ആ ഒരു വ്യത്യാസമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി. അപ്പോൾ ഞാൻ കൂടുതൽ സമയം അതിങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ കൂടുതൽ സമയം കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് വാക്കുകൾ റെപ്പറ്റീഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു സെറ്റ് നമ്മൾ കേട്ട് ശീലിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി തന്നെ അത് മനസ്സിലായിക്കോളും എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പോൾ എനിക്ക് എൻ്റെ ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കൂടുതൽ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അന്നേരവും എനിക്ക് പറയാൻ പറ്റുന്നില്ല. സംസാരിക്കുക എന്ന് പറയുന്ന അന്നേരം ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയായിരുന്നു. അതിന് ഞാൻ ഒരു വഴി കണ്ടെത്തി. ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സിനിമയ്ക്കകത്തോ TV സീരീസിനകത്തോ അവരൊരു ഡയലോഗ് പറയുമ്പോൾ അവരുടെ കൂടെ ഞാനും ഇരുന്നങ്ങ് പറയാൻ തുടങ്ങി. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് സംസാരിക്കാൻ വേറെ ആരും വേണ്ട, എനിക്ക് എന്നോട് തന്നെ സംസാരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ചെയ്യാൻ എനിക്ക് എന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ഉള്ളിലൊരു നാണമില്ലായ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ
അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഒരു നാണം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ളത്. ഇപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, നാട്ടുകാരിപ്പോൾ എന്ത് വിചാരിച്ചാലും വീട്ടുകാരിപ്പോൾ എന്ത് വിചാരിച്ചാലും അതൊന്നും എന്നെ ബാധിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അതിന് ഞാൻ തന്നെ പറയാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇതിനകത്ത് രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ ഡയലോഗ് പറയാൻ തുടങ്ങിയപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ പറയും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അവരുടെ കൂടി ഞാൻ ഡയലോഗ് പറയും. എന്നിട്ട് ഞാൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ബൈക്കിലിരുന്ന് ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ ബൈക്കിൽ ഇങ്ങനെ ഓടിച്ച് പോകും, ഞാനിങ്ങനെ തന്നെ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി കഴിഞ്ഞു, ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ച സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചർമാരോട് പറഞ്ഞു, വിനീത്, ഞാൻ നിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്, നീ എപ്പോഴൊക്കെ പോയെന്ന് പറഞ്ഞാൽ നീ തന്നെ സംസാരിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്, അതെന്തോ ഒരു പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ആക്ച്വലി ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്, ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ടല്ലോ, നാട്ടുകാർ ഇത് കാണുന്നുണ്ടല്ലോ, അവരെന്ത് വിചാരിക്കും, എനിക്ക് ഭ്രാന്താന്നല്ല സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ടീച്ചറിനോട് പറഞ്ഞു, അത് അങ്ങനല്ല ടീച്ചറെ, ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാനത് ഫോണിൽ സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അത് സംസാരിക്കുന്നത് ഞാൻ നിർത്തിയില്ല, അതിന് പകരം ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരും കാണത്തില്ല, പ്രശ്നമില്ല, എനിക്ക് പറഞ്ഞുകൊണ്ട് പോകാം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഒരു ബൈക്കിൽ അങ്ങോട്ട് പോവാണ്, ബൈക്കിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി എൻ്റെ മുന്നിലുണ്ട്, അപ്പം ഞാൻ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് അത് കേട്ട എന്തെങ്കിലും ഒരു ഡയലോഗ് ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ എന്നോട് തന്നെ പറയും, ഐ ഷുഡ് ഓവർടേക്ക് ദാറ്റ് കാർ, ഐ ഷുഡൻ ബി ഓവർടേക്കിംഗ് ദാറ്റ് കാർ. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്കത് രസമാണ്, കാരണം ഇത് എന്നോട് തന്നെ പറയുകയാണ്. അത് മാത്രമല്ല, ഞാൻ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, എനിക്ക് ആ ഒരു നാണമില്ലായ്മ ശരിക്കും ഞാൻ മുതലെടുക്കുകയായിരുന്നു. അപ്പം നിങ്ങളും അതാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ശരിയാകാൻ പോകുന്നില്ല, നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ തെറ്റ് വരിക, പിന്നെ ഒരുപാട് പേരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുമ്പോൾ തെറ്റ് വരുമോ എന്നുള്ള പേടി. തെറ്റ് വരും, തെറ്റിപ്പോൾ ഏത് ഭാഷയാണെങ്കിലും വരും. നമ്മൾ മലയാളം പറയുമ്പോൾ വ്യാകരണം എല്ലാം നോക്കിയിട്ടാണോ പറയുന്നത്, ഗ്രാമറെല്ലാം ശരിയാക്കിയിട്ടൊന്നുമല്ല മലയാളം പറയുന്നത്, നമ്മളങ്ങ് പറയുകയാണ്. അപ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ മനസ്സിലാകും, കുറേ പേർക്ക് ചിലർക്ക് മനസ്സിലാകത്തില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പക്ഷേ നമ്മൾ മലയാളം പറയുമ്പോൾ തെറ്റ് വരുമെന്ന് വിചാരിച്ച് നമ്മൾ പറയാതിരിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, നമ്മൾ മലയാളം വ്യാകരണം പഠിച്ചിട്ടാണോ, ഗ്രാമർ പഠിച്ചിട്ടാണോ നമ്മൾ ഈ സംസാരിക്കുന്നത്? അല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് മലയാളത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ വീട്ടുകാർ മലയാളത്തിൽ സംസാരിക്കുന്നു, നാട്ടുകാർ സംസാരിക്കുന്നു, കൂട്ടുകാർ സംസാരിക്കുന്നു. അങ്ങനെ നമ്മൾ കേട്ട് നമുക്കങ്ങ് ശീലമായി. നമ്മൾ ഒരിക്കലും ആരോടും ചോദിച്ചില്ല ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അല്ല അതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നും നമ്മൾ ആരോടും ചോദിച്ചില്ല, കേട്ടങ്ങ് ശീലമായി. അപ്പം ഞാനും ഇത് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരുന്നപ്പം എനിക്കതങ്ങ് ശീലമായി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു TV സീരീസ് ആണ്, അതിനകത്ത് ഒരു പ്രത്യേക സീനായിരിക്കും കാണിക്കുന്നത്, അവരിപ്പോൾ വഴക്ക് കൂടുന്നൊരു സീനായിരിക്കും കാണിക്കുന്നത്. അതിനകത്ത് ഡയലോഗ് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലുള്ള എല്ലാ വാക്കുകളും നമുക്ക് കിട്ടും. ഇനി അതേസമയം അവരൊരു മത്സരത്തിന് പോവുകയാണ്, അന്നേരം അവർ അന്നേരം പറയുന്ന ഡയലോഗുകൾ നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരു മത്സരത്തിൻ്റേതായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ഏതൊക്കെ വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. ഇങ്ങനെയാണ് ഈ പല കോണ്ടെക്സ്റ്റുകൾ വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ വെക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ നെറ്റിൽ പോയിട്ട് അടിച്ച് നോക്കിയിട്ട് ഒന്നും നമുക്ക് അങ്ങനെ പഠിക്കാനൊന്നും പറ്റത്തുമില്ല. നമുക്ക് കേട്ട് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആക്ച്വലി ഇതെല്ലാം ചെയ്യണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം സബ്ടൈറ്റിൽ വെച്ച് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം സബ്ടൈറ്റിൽ കാണുന്നത് നിർത്തുക. പക്ഷേ നിങ്ങൾ സബ്ടൈറ്റിൽ യൂസ് ചെയ്യണം. എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചൊരു മൂവി കാണുകയാണ്, മൂവി കണ്ടപ്പോൾ എന്തോ ഒരു ഡയലോഗ് നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ 1-2 തവണ കേട്ട് നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, അന്നേരം നിങ്ങൾ ആ സബ്ടൈറ്റിൽ ഓൺ ആക്കണം. ആ സബ്ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് നോക്കുക എന്താണ് അവർ പറഞ്ഞതെന്ന്. നോക്കുക എന്ന് മാത്രമല്ല, അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി അതേ ഡയലോഗ് ഒന്നുകൂടെ കേൾക്കണം. എന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളത്. ആ വ്യത്യാസം ഒരു പക്ഷേ ഉച്ചാരണമായിരിക്കാം, ഒരു പക്ഷേ അവർ പറയുന്ന ആ സ്റ്റൈലിൻ്റെ ഒരു ആക്സെൻറ്റിൻ്റെ വ്യത്യാസമായിരിക്കാം. അത് നിങ്ങൾ തിരിച്ചറിയണം. അതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നോ അന്ന് നിങ്ങൾ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയ വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കേട്ടാൽ മനസ്സിലാകാത്ത വാക്കുകൾ നമുക്ക് പറയാനും പറ്റത്തില്ല. അത് ഇംഗ്ലീഷിൻ്റെ മാത്രം ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. ആക്ച്വലി നമ്മൾ എനിക്ക് കേട്ടാൽ അവർ ഉച്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വാക്കാണെന്നുള്ളത് അതെനിക്ക് പറയാനും പറ്റുന്നില്ല എന്നുള്ള വാസ്തവമാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. ഒരുപാട് പേര് നിങ്ങളോട് പറയും നിങ്ങൾ പ്രൊനൗൺസിയേഷൻ ശരിയാക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പറഞ്ഞു വെച്ചാൽ മതി. അങ്ങനെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്തിങ്ങനെ സംസാരിക്കും, നമ്മൾ ഇന്ത്യക്കാരല്ലേ ഇങ്ങനെ സംസാരിക്കും. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറയാം, നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യക്കാർ സംസാരിക്കുന്നതോട് സംസാരിച്ചാൽ മതി, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തോളൂ. ഇനി അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കക്കാർ സംസാരിക്കുന്നതോട് സംസാരിക്കണം, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതേസമയം വേറെ ആരും വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും അതൊന്നും ചെയ്യരുത്, ഉച്ചാരണം ശരിയാക്കരുത്, ഇത് പറയരുത് അത് പറയരുത്, അവരോടൊക്കെ പോയി പണി നോക്കാൻ മാത്രം പറയുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ വന്ന് പറയുന്നവരൊന്നും ആക്ച്വലി നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയി കാണണം എന്ന ആഗ്രഹമുള്ളവരല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുമ്മാ ഒന്ന് പറയണം, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ പറഞ്ഞ് കളിയാക്കണം, അത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കളിയാക്കാൻ വരുന്നവരോടൊക്കെ അങ്ങോട്ട് ദൂരെ മാറിയിരിക്കാൻ മാത്രം പറയുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ അങ്ങ് നിർത്തിയേക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം സംസാരിക്കുക എന്നുള്ളതാണ്. ഇഫ് യു റിയലി വാണ്ട് ടു ലേൺ എ ലാംഗ്വേജ് യു ഹാവ് ടു സ്പീക്ക്. That's the only way you would be able to improve that language. There is no other way. You always have to keep that in your mind. നിങ്ങൾക്ക് ലാംഗ്വേജ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. സംസാരിക്കാതെ ആരും
ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ആ മടി അങ്ങോട്ട് മാറ്റിയേക്കുക, ആ നാണക്കേട് അങ്ങോട്ട് മാറ്റിയേക്കുക, ധൈര്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് വേറെ ആരും സംസാരിക്കില്ല, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാം. ഞാൻ അങ്ങനെ എത്രയോ ദിവസങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു നാണക്കേടുമില്ല. ആവശ്യം നമ്മുടെ മാത്രമാണ് ആവശ്യം. ഇപ്പോൾ ഇംഗ്ലീഷ് എൻ്റെ ഭാവി എങ്ങനെ മാറ്റിമറിച്ചു, എനിക്ക് എന്ത് വളർച്ചയാണ് ഇംഗ്ലീഷ് നേടിത്തന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ ആദ്യം പറയാം, എനിക്ക് ഒരുപാട് സപ്ലികൾ ഉണ്ടായിരുന്നു, ഞാനത് എഴുതിയെടുത്തു. എന്നാൽ തന്നെയും എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു ഭാവി വേണ്ടേ? അങ്ങനെയാണ് ഇംഗ്ലീഷ് അവിടെ എൻ്റെ ഒരു ഭാവിക്കായിട്ട് തെളിഞ്ഞു വരുന്നത്. ഇംഗ്ലീഷിൻ്റെ ഫീൽഡിൽ ഞാൻ തീർച്ചയായിട്ടും വളരും. ഞാൻ അവിടെ പഠിപ്പിച്ചു തുടങ്ങി, അവിടെ മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങി. അങ്ങനെ എൻ്റെ ഇംഗ്ലീഷ് അങ്ങനെയും ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ടിക്ടോക്കിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ വീഡിയോ വൈറലായി, രാത്രിക്ക് ആ ഒരൊറ്റ വീഡിയോ വൈറലായി. അതെൻ്റെ ഭാവി മൊത്തത്തിൽ മാറ്റിമറിച്ചു. ശരിക്കും അതെനിക്കൊരു ഞെട്ടലായിരുന്നു. ആക്ച്വലി ടിക്ടോക്ക് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ ആകെ ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ വീഡിയോയ്ക്ക് 1,00,000 മേളിൽ ലൈക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കയറി. എനിക്ക് 1,00,000 ഫോളോവേഴ്സ് ഉണ്ടായി. എനിക്ക് പുതിയൊരു പ്ലാറ്റ്ഫോം തന്നെ എനിക്കങ്ങ് കിട്ടുകയായിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ആക്ച്വലി ആക്റ്റീവ് അല്ലാതെ ഇന്നൊരു പ്ലാറ്റ്ഫോമിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഞാൻ എല്ലാവരും അറിയുന്ന ഒരാളായിട്ട് മാറുകയായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി അവിടുന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞു തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ യൂട്യൂബ് ചാനൽ പേര് മംഗ്ലീഷ് വേൾഡ് എന്നാണ്. അവിടെ ഞാൻ ഗ്രാമർ പഠിപ്പിക്കാൻ തുടങ്ങി, അതും വളരെ രസകരമായ രീതിയിൽ തന്നെ. അപ്പോൾ ആൾക്കാർ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് വലിയൊരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത്. ആ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, എനിക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന് വേണ്ടിയ കഴിവുകളല്ല എന്നുള്ളത് വേറൊരു വസ്തുതയും കൂടാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ച് ഒരു മെക്കാനിക്കൽ ജോലി അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ എനിക്കൊരു വളർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് വളർച്ചയുണ്ടായി. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ കുത്തിയിരുന്ന് മെനക്കെട്ട് നാട്ടുകാർ പറയുന്നത് കേൾക്കാതെ ഇംഗ്ലീഷിൽ നിന്ന് പഠിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ശരിക്കും ഇന്ന് ഞാൻ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളതും നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നതും എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നതും. ഒരുപക്ഷെ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറായി എവിടെയെങ്കിലും ഗൾഫിൽ എവിടെയെങ്കിലും ജോലിക്ക് പോയായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരിക്കലും ഈ പറയുന്ന ആളുകൾ എന്നെ അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരൊറ്റ ലാംഗ്വേജ് കാരണം ഞാൻ നേടിയെടുത്തതാണ്. എനിക്ക് നിങ്ങളോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ ജീവിതം ഇംഗ്ലീഷ് എങ്ങനെ മാറ്റിമറിച്ചോ അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെങ്കിലും ഇംഗ്ലീഷിൽ മാറ്റിമറിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും താല്പര്യമുള്ള ജോലി ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാത്തത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടായിരിക്കാം. അത് പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അംബിഷൻ തന്നെ സാധിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരൊറ്റ ലാംഗ്വേജ് അറിയാമെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാവി കംപ്ലീറ്റ് ആയിട്ട് മാറും. കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഏത് ജോലിയും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതൊരു സ്വപ്നമായിട്ട് കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയുമേ ഉള്ളൂ. എന്ത് വില കൊടുത്തും ആരെന്ത് പറഞ്ഞാലും ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെയും പഠിച്ചെടുക്കുക, അത്രയുമേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും പഠിക്കാമെന്നുണ്ടെങ്കിൽ, മെനക്കെടാവുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ വേറെ ലെവലിലെത്തിക്കും, നിങ്ങളെയും വേറെ ലെവലിലെത്തിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Tell us what you think about this video and don't forget to like, share and subscribe.